നിർമ്മാതാവും നടൻ മോഹൻലാലിൻ്റെ കടുത്ത വിശ്വസ്തനും അടുത്ത സുഹൃത്തുമായ ആന്റണി പെരുമ്പാവൂരിനെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന്, അതായത് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി. അതിൻ്റെ കാരണം ഞാൻ അറിയാതെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകും. സംഭവം മറ്റൊന്നുമല്ല, ജൂൺ 1 മുതൽ സിനിമാ പ്രസ്ഥാനം, അതായത് മലയാള സിനിമയിലെ വിവിധ സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നിർമ്മാതാക്കളുടെ പണം മുഴുവൻ താരങ്ങൾ ദൂർത്തടിക്കുന്നു. സിനിമാ നിർമ്മാണത്തിലെ 60% തുക താരങ്ങൾ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു. സിനിമ 4 കോടിക്ക് തീർക്കേണ്ട സിനിമ 20 കോടിക്ക് തീർക്കാൻ സംവിധായകനും താരങ്ങളും ഒക്കെ കൂടി ശപഥം ചെയ്തതുപോലെ പെരുമാറുന്നു. കടം കൊണ്ട് നിർമ്മാതാക്കൾ കുത്തുവാളയെടുക്കുന്നു എന്നൊക്കെയുള്ള സ്വാഭാവികമായ വിമർശനങ്ങൾ. പിന്നീട് GST ചുമത്തുന്നതിനൊപ്പം തന്നെ സർക്കാരും വിനോദ നികുതി ചുമത്തുന്നു. അങ്ങനെയൊക്കെ തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പ്രൊഡ്യൂസർ അസോസിയേഷനും ഫെഫ്കയും അങ്ങനെ തുടങ്ങിയ കുറേ സംഘടനകൾ സമരം പ്രഖ്യാപിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, നടന്മാർ സ്വതന്ത്രമായി സിനിമ നിർമ്മിക്കുകയാണെങ്കിൽ, നടന്മാരൊക്കെ തന്നെ നിർമ്മാതാക്കളുമാണ്, നമുക്കറിയാം, ഒരു പറ്റം നടന്മാരുണ്ട്. സംവിധായകന്മാരായ നടന്മാരുണ്ട്, നിർമ്മാതാക്കളായ നടന്മാരുണ്ട്. മോഹൻലാൽ, പൃഥ്വിരാജ്, അങ്ങനെ തുടങ്ങിയ ഒത്തിരി നടന്മാർ സിനിമ നിർമ്മിക്കുന്നുണ്ട്. ആ പട്ടികയൊക്കെ കഴിഞ്ഞ വാർത്തകളിലൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സുരേഷ് കുമാർ, മേനക സുരേഷ് കുമാറാണ് ഈ വിമർശനവുമായി പ്രത്യക്ഷത്തിൽ രംഗത്തെത്തിയത്. ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും സുരേഷ് കുമാറിനെയാണ് കടന്നാക്രമിച്ചത്. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ മകൾ തെന്നിന്ത്യൻ നടിയാണ്, ബോളിവുഡിലും ശ്രദ്ധിക്കപ്പെട്ട നടിയാണ്, ദേശീയ പുരസ്കാരമൊക്കെ കിട്ടിയ കീർത്തി സുരേഷ്. കീർത്തി സുരേഷ് വാങ്ങുന്ന പ്രതിഫലമാകട്ടെ 4 കോടി രൂപയാണ്. അവർ ബിഗ് ബഡ്ജറ്റ് സിനിമകളിലാണ് അഭിനയിക്കുന്നത്. മലയാളത്തിൽ താരതമ്യേന അവർ വളരെ കുറച്ച് ചിത്രങ്ങളിലേ അഭിനയിച്ചിട്ടുള്ളൂ. ഇതൊക്കെയാണ് പശ്ചാത്തലം. അപ്പോൾ കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂർ FB പോസ്റ്റിലൂടെ സുരേഷ് കുമാറിനെ വെല്ലുവിളിച്ചു. നടന്മാർ സിനിമ നിർമ്മിക്കരുതെന്ന് പറയാൻ നിങ്ങൾക്ക് ആരാണ് ലൈസൻസ് നൽകിയത്? നിങ്ങൾ ആരാണ് ഇതൊക്കെ പറയാൻ എന്ന തരത്തിലായിരുന്നു ആന്റണി പെരുമ്പാവൂരിൻ്റെ വെല്ലുവിളി. ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. മേനക സുരേഷ് ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് മാത്രമാണ്. അപ്പോൾ ഈ സംഘടനകളെല്ലാം സുരേഷ് കുമാറിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഈ യോഗങ്ങളിലൊന്നും കൃത്യമായി പങ്കെടുക്കാതെ ആന്റണി പെരുമ്പാവൂർ എന്ത് ഭാവിച്ചിട്ടാണ് എന്ന തരത്തിൽ ആന്റണി പെരുമ്പാവൂരിനെ ഇവരൊക്കെ കുറ്റപ്പെടുത്തി. ഈ സന്ദീപ് മേനോൻ, അതായത് ഈ സുരേഷ് കുമാറിൻ്റെ സഹോദരി പുത്രനാണ് സന്ദീപ്. അപ്പോൾ അയാളൊക്കെ ഈ ആന്റണിയുടെ പെരുമാറ്റം വളരെ മോശമാണ്, ഇയാളെ പുറത്താക്കണമെന്ന തരത്തിലുള്ള കുറിപ്പുകളും അഭിപ്രായ പ്രകടനങ്ങളുമായി രംഗത്തെത്തി. അപ്പോൾ മറുവശത്ത് ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചുകൊണ്ട് നടൻ പൃഥ്വിരാജും അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദനും ബേസിലും ഒക്കെ ചേർന്ന ആളുകൾ അദ്ദേഹത്തെയും പിന്തുണച്ച് രംഗത്തെത്തി. ഇവരിങ്ങനെ വലിയ പ്രത്യക്ഷത്തിൽ തമ്മിലടിക്കാൻ കൂടുന്നു എന്ന തരത്തിൽ രംഗത്തെത്തിയപ്പോൾ സാന്ദ്ര തോമസിനെ പോലുള്ള പ്രൊഡ്യൂസറാണ്, അഭിനേതാവാണ്, റിബലാണ് എല്ലായിടത്തും. അങ്ങനെ നിൽക്കുന്ന പ്രൊഡ്യൂസർമാർ പറഞ്ഞു, ഇത് തമ്മിലടിച്ച് ഇങ്ങനെ നാണം കെടരുത്. കാരണം പൊതുരംഗത്ത് ചെന്ന് പുറത്തിറങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ചെളിവാരി അല്ലെങ്കിൽ ചാണകം വാരി അത്രമാത്രം വൃത്തികേടാണ് സിനിമാ മേഖലയിൽ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നാണക്കേടാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി തുടങ്ങി കഷ്ടകാലം. അതിൻ്റെ അലയൊലികൾ തീർന്നില്ല, അപ്പോഴേക്കും തമ്മിലടി തുടങ്ങി. നാണക്കേടാണ്. ഇതൊരു വട്ടമേശ സമ്മേളനം വിളിച്ച് പരസ്പരം സംസാരിച്ച് തീർക്കാവേണ്ട വിഷയങ്ങളേ ഉള്ളൂ എന്നൊക്കെ അവരും പറഞ്ഞു തുടങ്ങി. അങ്ങനെയൊക്കെ കലുഷിതമായ അന്തരീക്ഷമാണ് സിനിമാ മേഖലയിൽ നിൽക്കുന്നത്. ആ അവസരത്തിൽ ആണ് ഈ സംഘടനയിൽ നിന്ന് ആന്റണി പെരുമ്പാവൂരിനെ പുറത്താക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. എന്നാൽ ഈ ഒരു ആവശ്യമൊക്കെ നിലനിൽക്കുമ്പോഴും കൃത്യമായി കാര്യങ്ങൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാകും, അമ്മ എന്ന സംഘടന ഒറ്റക്കെട്ടാണ്. അമ്മ എന്ന സംഘടന കഴിഞ്ഞ ദിവസം തന്നെ ജഗദീഷ് പറഞ്ഞു, താനില്ലെങ്കിൽ ഇവിടെ പ്രളയമൊന്നും സംഭവിക്കാൻ പോകുന്നത്, തനിക്ക് അഭിനയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. തനിക്കിപ്പോൾ അഭിനയത്തിൻ്റെ തിരക്ക് കൂടിയപ്പോൾ ആ സംഘടനയിൽ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ സാരഥ്യത്തിൽ നിൽക്കുകയാണെങ്കിൽ മുഴുവൻ സമയവും പ്രവർത്തിക്കണം. അമ്മയുടെ ഭാരവാഹിത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന് കൃത്യമായി പ്രവർത്തിക്കണം. ഇപ്പോൾ തനിക്ക് പ്രവർത്തിക്കാൻ സമയം കിട്ടുന്നില്ല, അതുകൊണ്ട് താൻ മാറി നിൽക്കുന്നു, ഒഴിവാകുന്നു. അതിനകത്ത് രാഷ്ട്രീയ കാരണങ്ങളൊക്കെ നമുക്ക് ചികഞ്ഞു പോവുകയാണെങ്കിൽ കാണാൻ പറ്റും. എങ്കിലും അമ്മ ഭാരവാഹികളും അതുപോലെ തന്നെ അമ്മ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഏത് വിഷയത്തിൽ? ഈ പ്രൊഡ്യൂസർമാരുടെ സമരപ്രഖ്യാപന വിഷയത്തിലും ഒറ്റക്കെട്ടാണ് അവർ. അതുപോലെ എന്നാൽ ഈ പ്രൊഡ്യൂസർമാരുടെ സംഘടന പിളർപ്പിൻ്റെ വക്കിലുമാണ്. ആന്റണി പെരുമ്പാവൂരിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം, അതായത് നടന്മാരുടെ നിർമ്മാണ കമ്പനികളും ആന്റണി പെരുമ്പാവൂർ പോലുള്ള നടന്മാരുടെ പിന്തുണയോടുകൂടി നിർമ്മാണ കമ്പനി നടത്തുന്ന ആളുകളായ നിർമ്മാതാക്കൾ എല്ലാവരും ചേർന്ന് മറ്റൊരു അസോസിയേഷൻ രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഡ്യൂസർമാരുടെ അസോസിയേഷൻ നെടുകെ പിളർന്ന് രണ്ടായി തീരുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ സജി ചെറിയാൻ, സാംസ്കാരിക മന്ത്രി, പറയുന്നത് അവരാണ് തമ്മിലടിക്കുന്നത്, നിർമ്മാതാക്കളാണ് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ. ഈ കത്ത് കിട്ടിയപ്പോൾ പറഞ്ഞാണ്, കത്ത്
അതായത് മേനകാ സുരേഷിൻ്റെ കത്ത് കിട്ടി, സമരത്തെ സംബന്ധിച്ചുള്ള കത്ത് കിട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അത് സെക്രട്ടറിക്ക് പഠിക്കാൻ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, എന്താണ് ഇത് നിർമ്മാതാക്കൾ തമ്മിലുള്ള പ്രശ്നമാണ്, അത് അവർ തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കട്ടെ എന്നാണ് സർക്കാരിൻ്റെ പക്ഷം. അത് അവർ തമ്മിൽ സംസാരിച്ച് തീർക്കട്ടെ, എന്നിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാമെന്ന് സർക്കാർ പറയുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസർ അസോസിയേഷൻ പിളർപ്പിൻ്റെ വക്കിലാണ്. ആന്റണി പെരുമ്പാവൂരിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കുമെങ്കിൽ തൊട്ടടുത്ത നിമിഷം പുതിയ സംഘടന രൂപീകൃതമാകും, സമരം പൊളിയും, സംഘടന നാമാവശേഷമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ മലയാള സിനിമയെ അങ്ങ് എങ്ങോട്ടെടുക്കുകയാണ്, തെക്കോട്ടെടുക്കുന്ന പോലെയാണ് ഈ സമരപ്രഖ്യാപനവും തുടർന്നുള്ള സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് രമ്യമായി പരിഹരിക്കണമെങ്കിൽ ഇവർ ചർച്ച ചെയ്ത് പരിഹരിക്കണം, അല്ലാതെ പരസ്പരം വിഴുപ്പലക്കാനുള്ള മേഖലയായി സോഷ്യൽ മീഡിയ കാണരുത്. ജനം കല്ലും മണ്ണും വാരി എറിയാൻ ഇനി അധികം വൈകില്ല എന്ന് ഇവർ തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും.